നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ അവർ കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് DS, മലപ്പുറം ജില്ലയിലെ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC നജ്മത്ത് എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ ചേന്നമള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ഇൻഷുറൻസ് എന്ന പദ്ധതിക്കടക്കം തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് പഞ്ചായത്ത്. ഒപ്പം തന്നെ വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന നേട്ടവും ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളുമായി പ്രസിഡന്റ് സുധീഷ് DS നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സുധീഷ്. നിരവധിയായിട്ടുള്ള കായലുകളാലെല്ലാം തന്നെ ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയെല്ലാം തന്നെയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇത്. ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണാനാവുക? ഞങ്ങളുടെ ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ചെറിയൊരു കൊച്ചു ഗ്രാമമാണ്. 17 വാർഡുകളാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ 17 മെമ്പർമാരും ഒരേപോലെ ജനങ്ങളുടെ ക്ഷേമത്തിനും അതേപോലെ തന്നെ അവരുടെ വികസനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഞങ്ങൾ നടത്തി വരികയാണ്. ഒട്ടനവധി പദ്ധതി പ്രവർത്തനത്തിലൂടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരുന്നു. കൃഷിക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ലൈഫ് ഭവന പദ്ധതിക്ക് ഉൾപ്പെടെ കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നൊരു പുതിയ പദ്ധതി കേരളത്തിൽ തന്നെ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നടത്താത്തൊരു പദ്ധതിയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും സമ്പൂർണ്ണ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 18 വയസ്സിനും 80 വയസ്സിനും പ്രായമധ്യമുള്ള മുഴുവൻ ആൾക്കാർക്കും, ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അപകട ഇൻഷുറൻസ് എന്ന ഒരു പരിരക്ഷ ഗ്രാമപഞ്ചായത്ത് എടുത്തു നൽകാൻ പോവുകയാണ്. അതേപോലെ തന്നെ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്തായിട്ട് മാറുവാൻ വേണ്ടിയില്ല കാര്യങ്ങളെല്ലാം തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വയോജനങ്ങളെല്ലാം തന്നെ വീടിനകത്ത് അടച്ച് ഇട്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള വിധങ്ങളായിട്ടുള്ള പദ്ധതികളും അവർക്ക് വേണ്ടിയുള്ള പകൽ വീടെല്ലാം തന്നെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ സംവിധാനം വഴി ഒട്ടനവധി പദ്ധതികൾ അവർക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വയോജന ഉത്സവം ഉൾപ്പെടെ നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഓരോ വാർഡ് തലത്തിലും അതിന്റെ വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഉല്ലാസ യാത്ര ഉൾപ്പെടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല്ലുകളെല്ലാം തന്നെ കൊഴിഞ്ഞുപോയി വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അവർക്ക് വെപ്പ് പല്ല് വെച്ചു കൊടുക്കാനായിട്ട് മന്ദഹാസം എന്ന പേരിൽ ഒരു പുതിയൊരു പദ്ധതി കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഉൾപ്പെടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ 34 ഹരിതകർമ്മ സേനാംഗങ്ങൾ, നമുക്കറിയാം കേരളം ഇന്ന് വലിയൊരു ക്യാമ്പയിൻ നിൽക്കുകയാണ്, മാലിന്യമുക്ത നവകേരളം. അപ്രകാരം കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ 17 വാർഡുകളിലും വിപുലമായിട്ടുള്ള ശുചീകരണ യജ്ഞങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ദലീമ ഈ ശുചീകരണ യജ്ഞത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ മാലിന്യ പ്രഖ്യാപനം, വിമുക്ത പ്രഖ്യാപനം ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിധങ്ങളായിട്ടുള്ള മാലിന്യം ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബയോ ബിന്നുകളും അതേപോലെ തന്നെ ബോട്ടിൽ ബൂത്ത് അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയിട്ടുണ്ട്. മുഴുവൻ വീടുകൾക്കും, മാക്സിമം വീടുകൾക്ക് നമ്മൾ കഴിഞ്ഞ 4.5 വർഷമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് സേഫ്റ്റി ടാങ്ക്. കാരണം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു മഴയ്ക്ക് തന്നെ വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പൊട്ടി പൊതുജലാശയങ്ങൾ ഉൾപ്പെടെ ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് മാറ്റുവാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് സേഫ്റ്റി ടാങ്ക്. സേഫ്റ്റി ടാങ്ക് ഇല്ലാത്ത മുഴുവൻ വീടുകളിലും അത് കൊടുക്കുകയാണ്. ആ പദ്ധതി ഉൾപ്പെടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ മാലിന്യ സംസ്കരണം ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിലേക്ക് വേണ്ടി എത്തുന്ന ഒരു പഞ്ചായത്താണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടർന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിലെല്ലാം തന്നെ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഒപ്പം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ പഞ്ചായത്തിന് ഉണ്ടാക്കാനായി ഇന്ന് മനസ്സിലാക്കുന്നു. കൃഷി സംബന്ധിച്ച് ഇവിടെ പള്ളിപ്പുറം ഞങ്ങളുടെ ഒരു സിലിക്ക മണലിന്റെ അല്ലെങ്കിൽ പഞ്ചാര മണലിന്റെ നാടെന്നാണ് പള്ളിപ്പുറത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഞങ്ങളുടെ ഈ ചൊരിമണൽ വിളച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക.
അങ്ങനെ നമ്മൾ പദ്ധതി വെച്ചുകൊണ്ട് മഞ്ഞൾ ഗ്രാമം പദ്ധതി എടുത്തിരുന്നു, ഇഞ്ചി ഗ്രാമം പദ്ധതി എടുത്തിരുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ വീടുകളിലും ഇത് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം നടത്തിയിരുന്നു. അത് ഇപ്പോൾ ഏറ്റെടുത്തൊരു പദ്ധതിയാണ്. കേരഗ്രാമ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ കേരഗ്രാമ പദ്ധതി ഇപ്പോൾ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കവുങ്ങ് ഗ്രാമം തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നുകൊണ്ട് കവുങ്ങ് ഗ്രാമ പദ്ധതി ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മുഴുവൻ വീടുകളിലേക്കുമുള്ള പച്ചക്കറി തൈകളും വിത്തുകളും ഉൾപ്പെടെ വിതരണം നടത്തുന്നു. മൺചട്ടിയിൽ പച്ചക്കറി ഉൾപ്പെടെ എടുത്തുകൊണ്ട് യുവ കർഷകരെ കൂടുതലായിട്ട് നമ്മുടെ കൃഷിയോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടി അവർക്ക് യുവ കർഷകർക്കായിട്ടുള്ള വിവിധ ഇനം പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഗ്രാമത്തിലെ 17 വാർഡുകളിലും നമ്മുടെ തരിശ് കിടക്കുന്ന മുഴുവൻ നെൽപ്പാടങ്ങൾ ഉൾപ്പെടെ നെൽകൃഷി ഉൾപ്പെടെ ഇറക്കുവാനുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ചേർന്നുകൊണ്ട് വലിയ ആവശ്യത്തോടു കൂടി തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേമ്പനാട് കായലടക്കം തന്നെ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണെന്ന് പറയുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ജില്ലയിലെ ഏകദേശം 72ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേമ്പനാട് കായലും വേമ്പനാട് കായലിനോട് ചേർന്നുള്ള കൈവഴികളെല്ലാം തന്നെ നമ്മൾ ശുചീകരിക്കുകയുണ്ടായി. നമ്മുടെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി, കക്കാത്തൊഴിലാളി സംഘങ്ങളുടെ എല്ലാം തന്നെ വലിയ നേതൃത്വത്തിലാണ് ആ ശുചീകരണ നമ്മൾ നടത്തിയത്. ആ ശുചീകരണത്തിൽ അനവധിയായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് നമ്മളൊന്ന് ശേഖരിച്ച് ഹരിതകർമ്മ സേനകൾ വഴി നമ്മൾ കയറ്റി അയക്കുകയുണ്ടായത്. അപ്പോൾ എന്തായാലും വലിയൊരു സാധ്യത ടൂറിസത്തിന് നിൽക്കുക. മലപ്പുറത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കിഴക്ക് വേമ്പനാട് കായലും പടിഞ്ഞാറ് കൈതപ്പുഴ കായലും പറയുന്ന വടക്ക് തെക്ക് വരുന്നത് ചെങ്ങണ്ട ആറുമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കായലുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. നിരവധിയായിട്ടുള്ള സാധ്യതകൾ ടൂറിസത്തിന് ഇപ്പോൾ നിലവിൽ നമുക്ക് ഞങ്ങളുടെ കുട്ടഞ്ചാൽ മേഖലയുണ്ട്. വലിയ ടൂറിസത്തിന് സാധ്യത സ്ഥലമാണ് കുട്ടഞ്ചാൽ. അതേപോലെ തന്നെ മാട്ടെ തുരുത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ വിളക്കുമരം കിടപ്പുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങൾ ഉൾപ്പെടെ എത്തിക്കൊണ്ട് നമ്മൾ DPR തയ്യാറായിക്കൊണ്ട് ഗവൺമെന്റിന് ഉൾപ്പെടെ ടൂറിസം വകുപ്പിന് ഉൾപ്പെടെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പദ്ധതി കൂടി നമുക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഗ്രാമീണ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന സ്ഥലമാണ്. കാരണം ഒരുപാട് കാവുകളുള്ള സ്ഥലമാണ്, സർപ്പത്തുള്ളൽ ഉൾപ്പെടെയുള്ള നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ട് വിദേശികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻസ് ഉൾപ്പെടെ കൂടുതലായിട്ട് ആകർഷിച്ചുകൊണ്ട് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടെ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനം അല്ലെങ്കിൽ വികസന പ്രവർത്തനത്തിന് നേട്ടം കൂടി ടൂറിസം ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് ആ പരിപാടി തന്നെ ഏറ്റെടുത്താണ് നടപ്പിലാക്കുന്നത്. മറ്റൊന്ന് കുടിവെള്ളം. ആലപ്പുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ആലപ്പുഴ. പക്ഷെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഏകദേശം മുഴുവൻ വീടുകൾക്കും കുടിവെള്ളം നമുക്ക് സമ്പൂർണ്ണമായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് റോഡ് ഗതാഗത മാർഗം തന്നെയാണ്. ഗ്രാമീണ റോഡുകളടക്കം തന്നെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു പഞ്ചായത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും ഗ്രാമീണ റോഡുകളിലെല്ലാം തന്നെ നവീകരണം തന്നെ നടന്നു വരികയാണ്. മറ്റ് ത്രിതല പഞ്ചായത്തിന്റെ സംവിധാനങ്ങൾ വഴി ഒട്ടനവധി പ്രവർത്തനങ്ങൾ വിവിധ വാർഡിന്റെ പ്രദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ മറ്റൊരു മേഖലയാണ് പാലിയേറ്റീവ് മേഖല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ പാലിയേറ്റീവിന്റെ മേഖല. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 400-ലധികം വരുന്ന പാലിയേറ്റീവ് പേഷ്യൻസ് ആണുള്ളത്. ഏകദേശം 118 വരുന്ന ക്യാൻസർ പേഷ്യന്റുകളും 27ഓളം വരുന്ന ഡയാലിസിസ് പേഷ്യന്റും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആലോചിച്ച് എന്ത് പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുക. കാരണം തീരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ. അങ്ങനെ ക്യാൻസർ പേഷ്യന്റുകൾക്ക് ഈ 118ഓളം വരുന്ന ക്യാൻസർ പേഷ്യന്റുകൾക്ക് അവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി അവർക്കൊരു പോഷകാഹാരം എല്ലാ മാസവും ഒരു പോഷകാഹാരം അടങ്ങുന്ന ഒരു കിറ്റ് ഈ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി എടുത്തിരിക്കുകയാണ്. പിന്നെ മറ്റൊരു പഞ്ചായത്ത് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം കൂടി തന്നെയാണ് നമ്മുടെ ഡയാലിസിസ് പേഷ്യന്റിന് മാസം ഒരു ചെറിയൊരു 1000-ഓ 2000 രൂപ ചെറിയൊരു വരുമാനം അല്ലെങ്കിൽ അവർക്ക് ഡയാലിസിന് പോകുന്ന ചെറിയൊരു വരുമാനമെങ്കിലും കൊടുക്കുവാൻ വേണ്ടി ഒരു പദ്ധതി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിനോട് ചേർന്നുകൊണ്ടാണ് ആ പദ്ധതി തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ഭിന്നശേഷി വിഭാഗങ്ങളെ ചേർത്തെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒരു ബഡ് സ്കൂളുണ്ട്. ബഡ് സ്കൂളിലെ ഏകദേശം 40ഓളം വരുന്ന ഞങ്ങളുടെ കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ബഡ് സ്കൂളിൽ കഴിയുന്നത്. അതിന്റെ വിപുലമായിട്ടുള്ള നവീകരണങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട്
ഏറ്റവും നല്ലത് തന്നെ ഞങ്ങളുടെ ബഡ് സ്കൂൾ, ഭിന്നശേഷി വിഭാഗത്തിനുള്ള ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നു. ബഡ് സ്കൂളിന്റെ അവരുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കായിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ അവരുടെ രക്ഷകർത്താക്കൾക്കും ആ കുട്ടികൾക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ കുട്ടികൾക്കായിട്ടുള്ള പഠന ഉപകരണ സഹായങ്ങൾ ഉൾപ്പെടെ ഇത്തവണ നടത്തുവാൻ വേണ്ടി, അതുപോലെ ഭിന്നശേഷി കലോത്സവം ഏറ്റവും വലിയൊരു കലോത്സവമായിട്ട്, കാരണം നമ്മൾ സംസ്ഥാന കലോത്സവം, കേരള സംസ്ഥാന കലോത്സവം ഉൾപ്പെടെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഭിന്നശേഷി കലോത്സവവും അംഗൻവാടി കലോത്സവവും ഉൾപ്പെടെ ഞങ്ങളിവിടെ നടത്തുന്നത്. വളരെ ആഘോഷപൂർവ്വം മുഴുവൻ പൊതുജനങ്ങളിലെയും വലിയൊരു പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പരിപാടികളെല്ലാം തന്നെ നമ്മൾ നടക്കുന്നത്. അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെ, അവർക്ക് വേണ്ടിയുള്ള മറ്റ് ഹിയറിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ, വീൽചെയർ ഉൾപ്പെടെ, അങ്ങനെ വിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഭിന്നശേഷിക്കാർക്കും അതേപോലെ തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള ഇവർക്കെല്ലാം തന്നെ നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ അംഗൻവാടി വിദ്യാഭ്യാസ രംഗത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ 3 സ്കൂളുകളാണ്. 2 LP സ്കൂൾ, 1 UP സ്കൂളുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളത്. അവിടെ കൃത്യമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് 3 സ്കൂളിലും വേണ്ട വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ട് തന്നെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന ചൂടാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രൈവറ്റ് സ്കൂളൊക്കെ ഇന്നത് എയർ കണ്ടീഷൻ നിലവാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും ആ ഒരു ലെവലിലേക്ക് തന്നെ നമുക്ക് മാറേണ്ടതുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഏകദേശം 3 സ്കൂളുകൾ പ്രീ പ്രൈമറി ക്ലാസ് റൂമിൽ ആദ്യഘട്ടത്തിൽ ഈ വരുന്ന വർഷം നമ്മൾ എയർ കണ്ടീഷൻ ആക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 30 അംഗനവാടികൾ ഞങ്ങൾക്കുണ്ട്. ആ 30 അംഗനവാടിയിലും കുറച്ച് അംഗനവാടികളൊക്കെ നമുക്ക് വാടക കെട്ടിടത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു പോരായ്മ ഇപ്പോഴും നിൽക്കുകയാണ്. വരും കാലങ്ങൾ ഉൾപ്പെടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് സാധിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കെട്ടിടമുള്ള മുഴുവൻ അംഗനവാടികളിലും എയർ കണ്ടീഷൻ ആക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഭരണസമിതി എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളും ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മറ്റു മേഖലയിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഉൾപ്പെടെ പാഠപുസ്തകങ്ങൾ പോലും കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതല്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പാഠപുസ്തകങ്ങളും അവർക്ക് വേണ്ടിയുള്ള യൂണിഫോം ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുകയുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണയുണ്ട്. നമ്മുടെ പിന്നോക്കം നിൽക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണങ്ങൾ ഉൾപ്പെടെ അവർക്ക് പഠിക്കാൻ ആവശ്യമുള്ള പഠന ഉപകരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരട്ടെ, അതിന് നാളത്തെ ഒരു തലമുറ അങ്ങനെ തന്നെയാണ് എന്നൊരു കാഴ്ചപ്പാട് കൂടി തന്നെയാണ് നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് യുവാക്കൾ നേരിടുന്ന മറ്റൊരു വലിയൊരു വിഷയമാണ് ലഹരി. ഇന്നത്തെ യുവാക്കളെല്ലാം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ്. സിന്തറ്റിക് രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് ഉൾപ്പെടെ സുലഭമായിട്ട് ഒഴുകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാറ്റുവാൻ വേണ്ടി ആ ലഹരിക്കെതിരെയുള്ള വലിയൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ്. അതേപോലെ തന്നെ മനുഷ്യച്ചങ്ങൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ അതിരുകൾ പങ്കിടുന്ന മനുഷ്യച്ചങ്ങല ഞങ്ങളുടെ പള്ളിപ്പുറത്തെ മുഴുവൻ ജനങ്ങളും, ആപാലവൃത്തം വരുന്ന ജനങ്ങളും ഈ മനുഷ്യച്ചങ്ങല തീർക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിൽ കൂടിയാണ് ഈ ഒരു ചാനലിന്റെ ഈ പരിപാടി. അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കരുതിയിരിക്കുന്നത്? ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് വരുന്ന ആളുകളിൽ, ഇപ്പൊ ഞങ്ങൾക്കിനി വരുന്ന 6 മാസം കൂടി ഞങ്ങളുടെ ഒരു ഭരണസമിതിക്ക് മുന്നാടില്ല. അപ്പൊ നമ്മൾ തുടക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തീർക്കുവാനും അല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും ഉള്ള ഒരു മുൻകരുതൽ നിലയ്ക്ക് ഒരുപാട് പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കായിക മേഖലയ്ക്ക് വലിയൊരു മുൻതൂക്കം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ 1 കോടി രൂപ ഗ്രാമപഞ്ചായത്തിന് വകയിരുത്തിയിരുന്നു. സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഇല്ലാത്തൊരു പോരായ്മ ഞങ്ങൾക്ക് നിൽക്കുകയാണ്. ഒട്ടനവധി കായിക താരങ്ങളെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വാർത്തെടുക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ പറ്റിയിട്ടുള്ള ഒരു ഗ്രാമമാണ് പള്ളി. അപ്പൊ പള്ളിപ്പുറം പോലത്തെ ഒരു ഗ്രാമത്തിൽ സ്വന്തമായിട്ട് ഗ്രൗണ്ടിൽ യുവാക്കളുടെ വലിയൊരു ആഗ്രഹമാണ്. അതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടി കൃത്യമായിട്ട് 1 കോടി രൂപ ഇന്ന് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഗ്രാമപഞ്ചായത്ത് ഏകദേശം 50 ലക്ഷത്തിലധികം രൂപ ഗ്രൗണ്ടിന് നവീകരണത്തിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാങ്ങുവാൻ വേണ്ടിയുള്ള വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യുവജന ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണങ്ങളും അതേപോലെ തന്നെ കായിക പരിശീലനങ്ങളും നീന്തൽ പരിശീലനവും യോഗ പരിശീലനങ്ങളും ഉൾപ്പെടെ ആയോധന കലകൾ ഉൾപ്പെടെ നമ്മൾ നൽകി വരുന്നു. കാരണം എല്ലാ കുട്ടികളെയും ജെൻഡർ വ്യത്യാസമില്ലാണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ യുവാക്കൾക്കും യുവതികൾക്കും ഒരേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നു. അതേപോലെ തന്നെ കുടുംബശ്രീ ബന്ധപ്പെട്ട് വലിയ നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. കുടുംബശ്രീ സ്വന്തമായിട്ട് ഒരു വീട് ആരാരും ഇല്ലാത്ത ഒരാളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി കുടുംബശ്രീ ആവിഷ്കരിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ വനിതാ ശാക്തീകരണം ഉൾപ്പെടെ കുടുംബശ്രീ രൂപീകരണം 26 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ ഓക്സിജൻ ഗ്രൂപ്പിന്റെ സംവിധാനം ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യക്ഷമമായിട്ട് യുവതികളെ അവർ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ ഉൾപ്പെടെ അതെല്ലാം തന്നെ കൃത്യമായിട്ട് കണ്ടെത്തിക്കൊണ്ട്
അവർ കൃത്യമായിട്ടുള്ളവർക്കുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും നമുക്ക് മുന്നേറാനുണ്ട്. വരും ഭരണസമിതി ഉൾപ്പെടെ ഈ പദ്ധതികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാം. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. തുടർന്നും അത് കൊണ്ടുപോകാൻ വരും കാലയളവിലും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ സുധീഷ് ടി.